Assalamualaikum. So welcome back to another video. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തൃശ്ശൂർ വെച്ചിട്ട് ഒരു കിക്കിന്റെ ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മോട്ടുവിന്റെ ഒപ്പാണെന്ന് പോകുന്നുള്ളത്. രാവിലെ 8:00ക്കാണ് ഞങ്ങളെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ നീക്കാൻ നല്ല നേരം വൈകി 7:45 ഞാൻ നീക്കുന്നത്. എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് എന്തായാലും ഞങ്ങൾ രണ്ടാളും പ്ലാൻ ഇട്ടതുപോലെ തന്നെ അൽഹംദുലില്ലാ നടന്നു. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഒന്നിനും നേരം ഉണ്ടായിരുന്നില്ല. മോട്ടോ അടിയിൽ വന്നിട്ട് നേരല്ല പോവാന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചായ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ചായയൊക്കെ കഴിഞ്ഞ് 8:45 കേട്ടോ ട്രെയിൻ വരുന്നത്. 10 മിനിറ്റ് നേരം വൈകിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ തന്നെ ഒരു ചേച്ചി വന്നിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാടാണ്. പിന്നെ കുറച്ചു നേരം ഇങ്ങനെ പോയതിനു ശേഷം കടല വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും. ഇത് ഞാൻ ലാൻഡ്സ്കേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ചാലക്കുടി ആയിരുന്നു കേട്ടോ നമ്മളെ പ്രോഗ്രാം വരുന്നത്. സോ ഞങ്ങൾ ചാലക്കുടി ട്രെയിൻ ഇറങ്ങിയത് വലിയൊരു കഥയാണ്. ഞങ്ങൾ മോളിൽ പോയിട്ട് മാറ്റാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ മോളില്ലാത്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ആകെ പെട്ടു. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ മന്തിക്കടയിൽ കയറിയിട്ട് അവിടുത്തെ മിററിൽ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ താത്താക്കോ അളിയനക്കോ അതേ സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓലെടുത്ത റൂമിലോട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ കഴിച്ച ഫുഡ് മന്തിയും അൽഫാമും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിതാ ഈ ഒരു ഫിലിമിൻ്റെ ടൈറ്റിൽ ലോഞ്ചിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു മാർക്കറ്റിലോട്ടാണ്, ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. നമുക്ക് സോപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. നമ്മൾ ധൃതി വിട്ട് വന്നതുകൊണ്ട് തന്നെ മുഖം കഴുകാനും സോപ്പൊന്നും എടുത്തിട്ടില്ല. പിന്നെ നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ താത്താൻ്റെ അടുത്തേക്കാണ് കേട്ടോ. താത്തയും അളിയനും ഇവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ആയിരുന്നു അവർക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടാളും വെസ്റ്റേൺ വെയർ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ പാർട്ടി വെയർ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓളിത് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഏതോ ബോട്ടിക്കിനെ കൊണ്ടിട്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ അന്നുമാണ് കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു കളർ, ഓൾക്ക് നല്ലോണം ചേരുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, രാവിലെ നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാണ്ട് വന്നതല്ലേ. സോ ഫ്രഷ് ആയിട്ട് വേഗം മേക്കപ്പിലോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു കണ്ണാടി 3 ആൾക്കാരാണ് ഉള്ളത്. ചെങ്ങായി ഇതവിടെ ഫോണും കളിച്ചിരിക്കണെന്ന്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേടോ. നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോക്ക് വേണ്ടിയിട്ട് ഇട്ടല്ല, പരിപാടിക്ക് വേണ്ടിയിട്ട് ഇട്ടാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാമല്ലോ. ആഷൻ്റെ റിമൂവറും നെയിൽ പോളിഷും നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനും ജസ്റ്റ് ഓളെ കൊണ്ട് ഇടിപ്പിച്ചതാണ്. ഓൾ തന്നെയാണ് എനിക്ക് ഇട്ടുതന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ദിലുവിൻ്റെയും ഇന്ത്യയും ഓൾതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓളെ കളിയാക്കാണ് കേട്ടോ. ദേവസേനെ വിളിക്കൂ, ഇങ്ങോട്ട് വാ നോക്കട്ടെ. ഞങ്ങള് തെറിച്ചാലോ? നമ്മള് ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബിന്ദിയൊക്കെ റെഡിയാക്കണം. ബിന്ദി കഴിഞ്ഞ കറക്റ്റ് റെഡ് കളർ, അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ ഇനി ഓട്ടോക്കും ബാബുന്നിലും ബുള്ളറ്റുമേലാണ് വരുന്നത് കേട്ടോ. സോ മോട്ടു ഇതുവരെ മാസ്ക് ഇട്ടിട്ടാണ് ഓളെ വീഡിയോസിലൊക്കെ ഉള്ളത്. എൻ്റെ വീഡിയോയിൽ ഓള് മാസ്ക് ഊരിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, മേ ബി ഓള് റിവീൽ ചെയ്യാൻ വിചാരിച്ചതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ മോട്ടു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ആശ എന്നും വിളിക്കും. ആശ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒരു ചവർ ഐസ്ക്രീം ഒന്നിന് 40 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെറുതെ ആയിപ്പോയി. ശേഷം ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ഇതാ പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കിക്കിൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപും ടോവിനോ തോമസും പിന്നെ ബേസിൽ ജോസഫ് ഒക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഗസ്റ്റായിട്ട്. ഓരോ വഴിയിലും നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിലും റാഫേൽ ഫിലിം സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടി കുറച്ചാണ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇതേപോലെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആ ബോക്സിൽ എന്താ ഒരു സ്വീറ്റ് പപ്സും അതിലേക്കൊരു ഫ്രൂട്ടി കുപ്പിയും പിന്നെ എനിക്ക് കിട്ടിയത് കട്ട്ലേറ്റാണ്. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയത് ബിസ്ക്കറ്റ്. അങ്ങനെ നല്ല മാറ്റം കേട്ടോ. അതിലും ബാബു തിന്നാനായിട്ട് വന്നിരുന്ന പോലെ ഉണ്ട്. ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്നതെല്ലാം ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ. കാരണം ടി വിയിൽ മാത്രം കണ്ട കുറേ ആൾക്കാരെ കാണാൻ പറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ ഇവരൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന്. കാത്തർക്കരിപ്പൊടി കാക്കാനൊക്കെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ സായി കൃഷ്ണ, സിജോ ഏട്ടൻ, നന്ദന, ബിഗ് ബോസത്തെ എല്ലാവരെയും കണ്ടു. പിന്നെ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ആൾക്കാരെ ഞാൻ
നേരിൽ കണ്ടു കേട്ടോ. ഭയങ്കര കമ്പനിയാണ്, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല. നേരിട്ട് വരുമ്പോൾ നമ്മൾ പേഴ്സണലി വിചാരിക്കും ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ജാടയായിരിക്കും അല്ലെങ്കിൽ വലിയ ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾ ചെറിയ ആൾക്കാരാണെങ്കിൽ കൂടി ഓല് ഇങ്ങോട്ട് വരെ വന്നിട്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നെയ്ച്ചോറും മട്ടൻ കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. മട്ടൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ കറി നെയ്ച്ചോറ് കൊടുത്തു. എന്നിട്ട് നമ്മൾ സെൽഫ് സർവീസ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ടു എന്നോട് ആശ പറയാണ് സലാഡും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ട് നല്ല തട്ടിലിട്ടാന്നുള്ളത്. ക്യാമറ വരുമ്പോൾ മാത്രം നമ്മൾ കയറിയപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് വെൽക്കം ഡ്രിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു മാളുടെ ഒരു ഏരിയ ഉണ്ട്, അതിൻ്റെ പേരെന്താണെന്നുള്ള എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഹിപ്നോട്ടിസം ചെയ്യാണ് കേട്ടോ. ഹിപ്നോട്ടിസോ അങ്ങനെ എന്തോ ചെയ്യാണ്. ജുബിത്താനും പിന്നെ പണക്കാട് കുഞ്ഞോനെയും നിർത്തിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലൂനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ദിലൂനൊന്നും ആയില്ല കേട്ടോ. പിന്നെ നൗഫലാക്ക് കരഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചു പോയ ഇപ്പാനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. നല്ല രസമായിരുന്നു, ഭയങ്കര വൈബാക്കി ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ രണ്ടാളും ബേക്കിൽ ഇങ്ങനെ എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. പിന്നെ പോരാ നേരത്തെ നന്ദനേച്ചി, അതുപോലെ തന്നെ സിജോ ചേട്ടൻ്റെ വൈഫ് എല്ലാവരുമായിട്ടും അടിപൊളി കമ്പനിയായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടില്ല ഇത്രയും അടുത്ത് പെരുമാറുന്ന ആൾക്കാരാണ് ഇവരെന്നൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടിയാണ് കേട്ടോ. ഒന്ന് റാഷിദ് അലിവാവിൻ്റെ കല്യാണമായിരുന്നു, ആദ്യത്തെ ഇവൻ്റാണ് കേട്ടോ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പോകുന്ന സമയത്ത് ടി ഫാമിലിത്തെ ഷെഫിഖാൻ്റെ കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷൻ വരെ ആൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്നോട് പറയുന്നത് നോക്കി കഥ വന്നിട്ട് അപ്പുറത്തെ സാധനങ്ങൾ വന്ന് അങ്ങനെ നമ്മൾ പുലർച്ചെ ആയപ്പോഴാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതായിട്ട്. ഞങ്ങളെ നേലാണ് അവിടെയുള്ള 2 പൊക്കം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ പോയത് മോട്ടുവിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ കിടന്നുറങ്ങി എണീച്ച് മോർണിംഗത്തെ ക്ലിപ്പാണ് ഇത്. ഓളമ്മേച്ചി ഭൂരിയും പുട്ടും മുട്ടക്കരയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഓളെ വീട്ടിലാണ് ഞാനന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ക്ലിപ്പുകൾ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്, കുറേ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത ഷോർട്സിൽ ഇടാം. അപ്പം അന്നത്തെ വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ ടാറ്റാ. ചാർജർ അവിടെ വെച്ച് മറന്നു പോകുന്നതുകൊണ്ട് തന്നെ പക്ഷെ കിട്ടിട്ടോ. വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ള അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.